സർക്കാരിനെ ബന്ധിക്കുക. എന്നാൽ രാഹുലിനെ ചീത്ത വിളിച്ച RSSകാരാ, നീ ഒന്ന് കേൾക്കണം. 971 രാഹുൽ ഗാന്ധിയുടെ വല്യമ്മ, രാഹുൽ ഗാന്ധിയുടെ വല്യമ്മ ഇന്ദിരാഗാന്ധി രാജ്യം ഭരിക്കുകയാണ്. അന്ന് നിക്സണാണ് ഇടപെട്ടത്, ഇന്ന് ട്രംപാണ്, അന്ന് നിക്സണാണ്. ആ നിക്സണോട് ഇന്ദിരാഗാന്ധി പറയുന്ന ഒരു വാക്കുണ്ട്, ഹേയ് മിസ്റ്റർ നിക്സൺ. ആ കാലൊക്കെ കഴിഞ്ഞു. വെളുത്ത നിറമുണ്ടെന്ന് കരുതി 4000 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ആജ്ഞാപിക്കുമ്പോഴേക്കും ഇവിടെ വെടിയുതിർക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. എങ്ങനെ നേരിടണം, എങ്ങനെ രാജ്യത്തെ നയിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളെ പഠിപ്പിക്കാൻ വരരുത് എന്ന് നിക്സന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് ഈ രാജ്യത്തിന്റെ അഭിമാനമായ ഇന്ദിരാഗാന്ധിയാണ്. അല്ലാതെ ഈ രാജ്യത്തിന്റെ യുദ്ധം നിർത്താൻ ആദ്യത്തെ ട്വീറ്റ് ചെയ്യേണ്ടത് അമേരിക്കയുടെ പ്രസിഡന്റ് അല്ല. നിങ്ങൾക്ക് രാജ്യം ഭരിക്കാൻ അറിയില്ല. കാര്യം എന്താണ്? വെറുപ്പിനെ കൈമുതലാക്കിയാൽ എങ്ങനെയാ ഒരു നാട് ഭരിക്കുക? വെറുപ്പ് കൊണ്ട് ഭരിക്കാൻ തീരുമാനിച്ചാൽ എങ്ങനെ ഉണ്ടാവാ? എന്റെ ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ. ഈ യുദ്ധം കഴിഞ്ഞല്ലോ, ഇനി രാഷ്ട്രീയം പറയാലോ. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദിയുടെ ബിജെപിയെ താങ്ങുന്നവരോട്, അത് രാഷ്ട്രീയം പറയാൻ മടിച്ചു നിൽക്കുന്ന കേരളത്തിന്റെ പിണറായി വിജയൻ ചോദിക്കേണ്ട ചോദ്യം ഞാനൊന്ന് ചോദിക്കട്ടെ. ഇന്ത്യയുടെ പട്ടാളത്തിലേക്ക് കഴിഞ്ഞ കോവിഡിന് ശേഷം സ്വാഭാവികമായി തെരഞ്ഞെടുക്കേണ്ട 80,000 മിലിറ്ററി ജീവനക്കാരെ, മിലിറ്ററിയിലേക്കുള്ള കമാൻഡന്റുകളെ എന്ത് നിങ്ങൾ തെരഞ്ഞെടുത്തില്ല? ഇന്ത്യയുടെ മിലിറ്ററിയുടെ ചരിത്രത്തിൽ ഇത്ര ദീർഘമായ ഒഴിവ് മിലിറ്ററിയിൽ വന്നിട്ടില്ല. മിലിറ്ററി ഉദ്യോഗസ്ഥന്മാര് വന്നിട്ടില്ല. നിങ്ങൾ കാശ്മീരിൽ പോയ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടാവുമല്ലോ. വേദിയിലുള്ളവർ എനിക്കറിയാം, കുറെ ആളുകൾ പോയിട്ടുണ്ട്. ഞാൻ 2-3 തവണ പോയിട്ടുണ്ട്. നിങ്ങൾ കാശ്മീരിൽ പോയാൽ തോന്നുന്ന ഒരു സങ്കടം, എന്റെ മനസ്സിൽ ഉടക്കിയ ഒരു സങ്കടമുണ്ട്. ഒരു 1/2 കിലോമീറ്റർ വ്യത്യാസത്തിൽ ബാരിക്കേഡുകളാണ്, പോലീസാണ്. അവരിങ്ങനെ പ്രത്യേക ക്യാബിൻ ഉണ്ടാക്കി, അതിനകത്ത് നിന്ന് കണ്ണു മാത്രം പുറത്തേക്ക്. പിന്നെ അവന്റെ കയ്യിലുള്ള ഒരൊറ്റ ഞെക്കിയാൽ ആയിരങ്ങളെ മരിച്ചു കൊന്നു വീഴ്ത്താൻ കഴിയുന്ന മെഷീൻ ഗണ്ണുകളാണ്. ഇവരിങ്ങനെ നിൽക്കും. നിങ്ങളൊരു 10 കിലോമീറ്റർ കടക്കുമ്പോഴേക്ക് ഒരു 20 ഈ പട്ടാള ബാരിക്കേഡുകൾ നിങ്ങൾക്ക് കാണാം. ആ കാശ്മീരിൽ ഇതിനെയെല്ലാം മറികടന്ന് ഒരു തീവ്രവാദ കൂട്ടം പോയി മനുഷ്യരെ വെടിവെച്ചു കൊന്നു. ഇത് സുരക്ഷാ വീഴ്ചയല്ലേ? ഇന്ത്യ പോലെ ഒരു വലിയ, ഞാൻ ചോദിക്കട്ടെ, ഇവിടുന്ന് ഈ കോറോത്ത് ഒരുത്തൻ കട്ടിട്ട് പോയാൽ അവനെ തെരഞ്ഞ് കോറോത്ത പോലീസ് ബീഹാറിൽ പോയി പിടിക്കും, ബംഗാളിൽ പോയി പിടിക്കും, തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിലാണെങ്കിൽ പോയി പിടിക്കും. ഒരു സാധാ പോലീസ് അറിയാലോ നിങ്ങൾക്ക്, നമ്മുടെ നാട്ടിലെ പോലീസ്. എന്നിട്ടാണ് കിലോമീറ്ററുകളിൽ 2 ബാരിക്കേഡുള്ള കാശ്മീരിൽ പരസ്യമായി ആളുകളെ ജാതി മതം ചോദിച്ചു വെടിവെച്ച് കൊന്നിട്ട് അവരെവിടെ പോയി? നരേന്ദ്രമോദി കൊന്നവനെവിടെ? പാകിസ്ഥാനെ ബോംബിട്ട് തകർക്കാൻ നിങ്ങൾ യുദ്ധം പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് ഇവരെ പിടിച്ചോ? ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോ ഇപ്പൊ പിടിച്ചോ? എവിടെയാണ് ഇന്റലിജൻസിന് വീഴ്ച വന്നത്? എവിടെയാണ് രാജ്യത്തിന്റെ അന്വേഷണം മുന്നറിയിപ്പുകാർക്ക് വീഴ്ച വന്നത്? രാജ്യത്തിന് എവിടെയാ പിഴച്ചത്? നിങ്ങൾക്ക് മനസ്സിലായോ? രാജ്യത്ത് ഒരുപാട് ദുരന്തങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഗോത്ര പോലെ എത്ര കലാപങ്ങൾ, എത്ര ഇഷ്യൂസുകൾ. അവരിൽ പലപ്പോഴും പിടിച്ചപ്പോ അതിന്റെ അന്വേഷണം എവിടെയാ എത്തിയത്? എന്തേ ഈ തെമ്മാടിക്കൂട്ടത്തെ പിടിക്കാത്തത്? എന്റെ ചോദ്യം, ഈ ബാരിക്കേഡുകൾ കടന്ന്, ഇന്റലിജൻസിനെ കടന്ന് ഈ തീവ്രവാദികൾ എങ്ങനെയാണ് പഹൽഗാമിൽ എത്തിയത് എന്ന് മാത്രമല്ല, ഇത്രയും മനുഷ്യരെ കൊന്നിട്ട് ഈ ബാരിക്കേഡുകൾ മുഴുവൻ കടന്ന് അവരെങ്ങനെയാണ് കാശ്മീരിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നാണ്. ഹെലികോപ്റ്ററിലല്ലോ, വിമാനത്തിലല്ലോ, കപ്പലിലല്ലോ, പിന്നെ എങ്ങനെ പോയി? എവിടേക്കാ പോയത്? പിന്നെ എന്ത് കടയാനാണ് ഈ രാജ്യം ഭരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഈ പറയുന്ന ബിജെപിക്കാരൻ? നിങ്ങൾക്ക് എന്തിനാ പറ്റുക എന്ന് പറഞ്ഞേ? അതുകൊണ്ട് ഇത് രാജ്യത്തിന്റെ വീഴ്ചയാണ്, സുരക്ഷയുടെ വീഴ്ചയാണ്, ഈ നാടിന്റെ വീഴ്ചയാണ്. ഇത് പറഞ്ഞാൽ നിങ്ങൾ മൂക്കിന് വിളിച്ചു കളയോ? അതുകൊണ്ട് പറയാതിരിക്കണമെന്നാണോ? അതിന് ഞങ്ങളാരും മകളുടെ പേരിൽ പേടിച്ചു ഉറങ്ങാതെ കിടക്കുന്ന പിണറായി വിജയൻ അല്ലല്ലോ. ഞങ്ങൾക്ക് പറഞ്ഞല്ലേ പറ്റൂ. നിങ്ങൾ ഭീഷണിപ്പെടുത്തുകയാണ്, ഞങ്ങൾക്കറിയാം. ഇപ്പൊ അത് പറയരുത്. ഞങ്ങൾ രാഷ്ട്രീയം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ ഓരോന്ന് പറയുമ്പോ അങ്ങനെയാണ്. ഈ ചില ഭരണാധികാരികളുടെ പ്രശ്നം കാര്യങ്ങൾ, അവർക്ക് ഈ ദുരന്തം ഇഷ്ടമാണ്.
അവർക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഇഷ്ടമാണ്. കാരണം ആളുകൾ രാഷ്ട്രീയം പറയൂല. നിങ്ങൾ പിണറായി വിജയൻ, അദ്ദേഹം ഒരു വിശ്വാസമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ശരിക്കും വിശ്വസിച്ചു പോകും. ഇയാള് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഈ നാട്ടിൽ വന്ന ദുരന്തങ്ങൾ, നമുക്ക് ദുരന്തം ശീലമായതുകൊണ്ട് മറന്നു പോണതല്ലേ. എന്തെല്ലാം ദുരന്തമുണ്ടായി. അവസാനം വയനാട്ടിൽ നിങ്ങൾ ഓർത്തു നോക്കണം. ഇതാ ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നു, ഞങ്ങൾ ആ പാക്കേജ് പൂർത്തിയാക്കും. ഞാൻ ഈ കോറോത്തെ ജനങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഇവിടുത്തെ ഈ പഞ്ചായത്ത്, തൊണ്ടർനാട് പഞ്ചായത്തില് നിങ്ങൾ നിങ്ങളുടെ വീട് ഉണ്ടാക്കാൻ ഒരു അപേക്ഷ കൊടുക്കുന്നു.